അവൻ കേസ് കൊടുത്തതിന് നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? കാശി കേസ് റീ ഓപ്പൺ ചെയ്യുന്നു എന്ന് സോണി പറഞ്ഞറിഞ്ഞതോടെ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സുരേന്ദ്രനോട് സരിത തിരക്കി. അവനിതിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ ആദി? നിനക്കൊന്ന് പറഞ്ഞൂടെ? വീണ്ടും ഓരോന്ന് കുത്തിപ്പൊക്കി കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ. കേസ് വീണ്ടും അന്വേഷണം തുടങ്ങുമ്പോൾ ഇല്ലാത്തതും ഉള്ളതുമായ കഥകൾ എല്ലാവരും പറഞ്ഞു നടക്കും. അതിൽ നമ്മുടെയൊക്കെ പേരും മഹിമ പറഞ്ഞുകൊണ്ട് നടക്കുന്ന തറവാട്ട് പേരും ഒക്കെ കാണും. നീ അവനോട് പറയേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോവരുത് എന്ന്. സരിതയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അയാൾ ആദിയോട് പറഞ്ഞു. എനിക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല അമ്മാവ. പിന്നെ ഏട്ടൻ അങ്ങനെ എടുത്തുചാടിയൊന്നും ചെയ്യുന്ന ആളല്ല. എന്തും ആലോചിച്ചും കണ്ടും മാത്രമേ ഒരു തീരുമാനമെടുക്കൂ. അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആളെ ആർക്കും പിന്തിരിപ്പിക്കാനും പറ്റില്ല. അയാളോട് പറ്റില്ല എന്ന് പറയാതെ പറഞ്ഞു അവൻ കൈയൊഴിഞ്ഞു. സുരേട്ടൻ പറഞ്ഞത് ശരിയാണ് ആദി. ഇനിയിപ്പോൾ പറഞ്ഞും കേട്ടും വരുമ്പോൾ എല്ലാവർക്കും ആകെ നാണക്കേടാകുമല്ലോ. അയാൾ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ സരിതയും പറഞ്ഞു. എന്ത് നാണക്കേട്? ആ സ്ത്രീക്ക് എന്തു പറ്റി എന്നല്ലേ അന്വേഷിക്കുന്നത്? അവർ എവിടെയെങ്കിലും ആരുടെ ഒപ്പമെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരെ കണ്ടുപിടിക്കാനും അവർ എന്തിനു തന്നെ ഉപേക്ഷിച്ചു പോയി എന്നറിയാനുമുള്ള റൈറ്റ്സ് കാശിയേട്ടനുണ്ട്. അതിന് നിങ്ങളിങ്ങനെ തറവാട്ട് മഹിമ പറഞ്ഞ് കുറ്റം കണ്ടുപിടിക്കേണ്ട. പിന്നെ ഇത് പണ്ടേക്ക് പണ്ടേ അനന്തമാമൻ ചെയ്യേണ്ടിയിരുന്നതാണ്. അന്ന് അവർ പോയത് നോക്കി ഇരുന്നത് പോലെ അനിയത്തിയെ കെട്ടി അങ്ങോട്ട് വിട്ടു. ഇനിയിപ്പോൾ അതിലൊക്കെ കള്ളത്തരങ്ങളുണ്ടോ എന്ന് ആർക്കറിയാം? അച്ഛനും അമ്മയും പറയുന്നത് ഇഷ്ടപ്പെടാതെ സോണി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ഇവളിത് എന്തറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? സോണി പറയുന്നത് കേട്ട് താടിയിൽ കൈതാങ്ങിയിരുന്നു സരിത. സുരേന്ദ്രനാവട്ടെ ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്ന പോലെ തലയിൽ കൈതാങ്ങി. അമ്മാവാ, സോണി പറഞ്ഞതുപോലെ ഇതെന്നെ അച്ഛൻ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. ഇനി ഏട്ടൻ അമ്മയെ കണ്ടുപിടിക്കട്ടെ. കൂടെ നിന്നില്ല എങ്കിലും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഞാനും അതിന് കൂട്ടു നിൽക്കില്ല. പറഞ്ഞിട്ട് ആദിയും സോണിക്ക് പിന്നാലെ പോയി. ഇന്ന് വിളക്ക് വച്ചില്ലല്ലോ അപ്പോ? എന്തേ, എൻ്റെ കുഞ്ഞിന് വയ്യേ? സന്ധ്യയ്ക്ക് പതുപോലെ വായനശാലയിൽ നിന്ന് വരുമ്പോൾ ഉമ്മറത്ത് കത്തിച്ച നിലവിളക്കോ അതിനു മുന്നിൽ കൂപ്പിയ കൈകളോടെ നാമം ചെല്ലുന്ന അപ്പൂനെയോ കാണാതെ വല്ലായ്മയോടെ കയറി വന്ന കാശി സെറ്റിൽ ചാരി കിടക്കുന്ന അപ്പൂൻ്റെ അടുത്തേക്കിരുന്ന് കഴുത്തിലും നെറ്റിയിലുമൊക്കെ തൊട്ടു നോക്കിയിട്ട് തിരക്കി. ഒട്ടും വയ്യ കാശിയേട്ടാ, ദേഹമൊക്കെ വേദനിക്കുന്നു. കാലൊന്ന് ബലം കൊടുത്ത് നിലത്ത് ചവിട്ടാൻ പറ്റുന്നില്ല, തളർന്നു പോകും പോലെ. അവൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് അവൾ പറഞ്ഞു. എത്ര വയ്യെങ്കിലും തനിക്ക് വിഷമം തോന്നും എന്ന് കരുതി കുഴപ്പമില്ലാന്ന് പറഞ്ഞവളാണ് ഇന്ന് വയ്യായിക പറഞ്ഞു എന്നോർക്കെ കാശി അവളെ മെല്ലെ നെഞ്ചോട് ചേർത്തു. ആഹാരം കഴിച്ചു കാശിയേട്ടൻ തരുന്ന മരുന്നും കഴിച്ചു കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ ആകുമ്പോൾ ഈ അസ്വസ്ഥതയൊക്കെ പമ്പ കടക്കില്ലേ? അവളെ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ടവൻ പറഞ്ഞു. അച്ചു വിളിച്ചിരുന്നു കാശിയേട്ടാ, അമ്മമ്മയ്ക്ക് അസുഖം കുറവുണ്ട്. അവരൊക്കെ നാളെ എങ്ങ് വരുമെന്ന് പറഞ്ഞു. അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് തന്നെ അപ്പു മെല്ലെ പറഞ്ഞു. ആ ചെറുക്കൻ നിശ്ചയമെങ്കിലും നടത്തി വെക്കാൻ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നുണ്ട്. അപ്പുവിനെ തലോടിക്കൊണ്ട് തന്നെ കാശി പറഞ്ഞു. അച്ചുവിൻ്റെ കല്യാണത്തിന് എനിക്ക് സാരി വാങ്ങിത്തരുമോ കാശിയേട്ടാ? ആകെ മൊത്തം ക്ഷീണമാണെങ്കിലും അപ്പു ആവേശത്തോടെ ചോദിച്ചു. എല്ലാം വാങ്ങിത്തരും, പക്ഷേ ഇത്തിരി കൂടെ ആരോഗ്യമൊക്കെ ശരിയാക്കാനുണ്ടെൻ്റെ അപ്പൂസിന്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അവളെ കോരിയെടുത്ത് ഡൈനിങ് ടേബിളിനടുത്തേക്ക് നടക്കുമ്പോൾ കാശി പറഞ്ഞു. നിങ്ങളിത് എന്താ മനുഷ്യ കാണിക്കുന്നേ? നിങ്ങൾക്കോ ഉറക്കമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ലൈറ്റും ഇട്ട് മറ്റുള്ളവരെയും ഉറക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? സുരേന്ദ്രൻ ലൈറ്റിട്ട് ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നത് കണ്ട് സരിത ദേഷ്യത്തോടെ ചോദിച്ചു. ഉറക്കം വരാഞ്ഞിട്ടാണടി. എന്തോ ആകെ ഒരു പരവേശം. പറഞ്ഞിട്ട് അയാൾ വല്ലായ്മയോടെ അവരെ നോക്കി. ഇനി നിങ്ങൾ എങ്ങാനും ആണോ ആ അരുന്ധതിയെ ഉപദ്രവിച്ചത്? അല്ല, നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പല്ല് കടിച്ചുകൊണ്ട് അയാളെ നോക്കിയവർ. ഞാനൊന്നും ചെയ്തിട്ടില്ല സരിതേ. ഒറ്റ നിമിഷം കൊണ്ട് വിയർപ്പിൽ കുളിച്ച് അയാൾ ദയനീയമായി പറഞ്ഞു. ഇല്ലാതെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. സോണി പറഞ്ഞത് നിങ്ങളും കേട്ടല്ലോ. എങ്ങാനും നിങ്ങൾക്കതിൽ എന്തെങ്കിലും വിധത്തിൽ പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ അവൾ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടവർ തിരിഞ്ഞു കിടന്ന് പുതപ്പ് വലിച്ചു മൂടി. എന്നാൽ ഉറക്കം നഷ്ടപ്പെട്ട സുരേന്ദ്രൻ ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഹാളിൽ വന്നിരുന്നു. അനന്തേട്ടാ, നിങ്ങൾ കാശിയോട് സംസാരിച്ചില്ലേ? അവൻ എന്തു പറഞ്ഞു? ഞാൻ എത്ര വട്ടം ഫോൺ വിളിച്ചു, ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നോ? അനന്തൻ വീട്ടിലേക്ക് വന്ന് കയറിയതും ഹേമ തിരക്കി. അയാൾ ഒന്നും മിണ്ടാതെ അക്ഷമയോടെ നിൽക്കുന്ന അവളെ ഒന്ന് നോക്കിയിട്ട് വീടിനുള്ളിലേക്ക് കയറി. എന്താ അനന്തേട്ടാ, ഇന്ന് കാശിയെ പോയി കാണാം, ആ കേസ് വേണ്ടെന്ന് വെക്കാൻ പറയാം എന്നൊക്കെ നിങ്ങൾ സമ്മതിച്ചതല്ലേ? പിന്നെ ഇപ്പോൾ എന്താ ഞാൻ ഇത്രയും ചോദിച്ചിട്ടും മുങ്ങയെപ്പോലെ മിണ്ടാതിരിക്കുന്നത്? രോഷമടക്കാൻ വയ്യാതെ അവർ ചോദിച്ചു അയാൾക്ക് മുന്നിൽ കയറി നിന്നു. നിനക്കെന്താ ആദ്യം അറിയേണ്ടത്? ഞാൻ കാശിയെ കണ്ടോ എന്നാണോ അതോ കേസുമായി മുന്നോട്ട് പോകുമോ എന്നാണോ? അയാളന്ന് ആദ്യമായി അവർക്ക് മുന്നിൽ ദേഷ്യത്തോടെ നിലയുറപ്പിച്ചു. എല്ലാം അറിയണം. അവനിനി എന്തിനാ ഇപ്പോൾ അവൻ്റെ അമ്മ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വല്ലവൻ്റെയും കൂടെ ഓടിപ്പോയവളെ തിരികെ കൊണ്ടുവന്നിട്ട് തറവാടിന് നാണക്കേടുണ്ടാക്കാം എന്നല്ലാതെ ഇവൻ എന്താ നേടാൻ പോകുന്നത്?
ആദ്യമായി മകന്റെ മുന്നിൽ അവന്റെ ചോദ്യങ്ങൾ പകച്ചു നിന്ന് അയാളുടെ സ്വഭാവത്തിലെ മാറ്റം അറിയാതെ ഹേമ ചോദിച്ചു. എങ്കിൽ കേട്ടോ, അവൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അവൻ പിന്മാറിയാൽ ഞാനാവും ആ കേസുമായി മുന്നോട്ടു പോവുക. അവരെ തള്ളി നീക്കി മുറിയിലേക്ക് നടക്കുമ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷം അനന്തേട്ട എന്ന് സ്നേഹം നിറഞ്ഞ വിളിക്ക് ഒപ്പം പതുങ്ങിച്ചിരിക്കുന്ന ഒരു 20കാരി പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു. അയാൾ കണ്ണുകൾ മുറുകെ അടച്ച് വേഷം പോലും മാറാതെ കിടക്കയിലേക്ക് വീണു. അനന്തേട്ട, നിങ്ങളിപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ആദ്യ ഭാര്യ, അവളെ അന്വേഷിച്ചു പോകാൻ നിങ്ങൾക്ക് മടിയില്ല എന്നല്ലേ? മുറിക്കുള്ളിൽ പാഞ്ഞു വന്നവർ ചോദിക്കുമ്പോൾ അയാൾ കണ്ണു തുറന്ന് ഹേമയെ തറപ്പിച്ചൊന്ന് നോക്കി. പിന്നെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. എന്തേ, കാശി അവളെ കൊണ്ട് തിരികെ വന്നാൽ ഞാൻ അവളെ അന്വേഷിച്ചു പോകുമെന്ന് ഹേമയ്ക്ക് പേടിയുണ്ടോ? അത്രയൊക്കെ ഉള്ളോ ഹേമയ്ക്ക് ഈ അനന്തനോടുള്ള വിശ്വാസം? പുച്ഛത്തോടെ അയാൾ ചോദിച്ചു. അത് പിന്നെ അങ്ങനെയല്ല അനന്തേട്ടാ, ഇതൊക്കെ ഇപ്പൊ എല്ലാരും മറന്നിരിക്കുമല്ലോ. ഇനി ഒരു അന്വേഷണമൊക്കെ വന്നാൽ വീണ്ടും ആളുകൾ അതൊക്കെ ഓർക്കില്ലേ? ആദിക്ക് പോലും നാണക്കേടാവില്ലേ അതൊക്കെ ഓർത്തപ്പോൾ? അല്ലാതെ എനിക്ക് എൻ്റെ അനന്തേട്ടനെ അറിയില്ലേ? അയാളുടെ ചോദ്യവും മുഖത്തെ ഭാവവും ഒക്കെ കാണെ ഹേമ ദേഷ്യമടക്കി അയാളെ ഒന്ന് തണുപ്പിക്കാനുള്ളൊരു ശ്രമം പോലെ പറഞ്ഞു. അരുന്ധതിയുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു നാണക്കേടും ആദിയെ ബാധിക്കില്ല. പിന്നെ അരുന്ധതിക്ക് സംഭവിച്ചത് അതിന് അവൾ മറ്റൊരാൾക്കൊപ്പം പോയതാണോ, അതോ എൻ്റെ ഒപ്പമുള്ള ജീവിതം മടുത്തു പോയതാണോ, അതോ ഈ ഭൂമിയിൽ അവൾ ജീവനോടെ ഇല്ല എന്നാണോ? എന്തായാലും അതിലൊന്നിലും നീയോ നിന്റെ വീട്ടുകാരോ ഉണ്ടാവാതെ ഇരിക്കാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹേമയെ നോക്കി കടുപ്പിച്ചു പറഞ്ഞിട്ട് അയാൾ മാറാനുള്ള കൈലി വലിച്ചെടുത്തു. അതെന്ത് വർത്തമാനമാണ് അനന്തേട്ടാ നിങ്ങളിപ്പോൾ പറഞ്ഞത്? ഞങ്ങൾ അരുന്ധതിയെ എന്തേലും ചെയ്തുവെന്ന് നിങ്ങൾക്ക് സംശയമാണോ? എനിക്ക് ആരെയും ഒരു സംശയവുമില്ല. പക്ഷേ എൻ്റെ മോൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതെ, കുറച്ചു കൂടുതൽ ആലോചിച്ചപ്പോൾ അവൻ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ലാന്ന് തോന്നി. അയാൾ പാൻറ് ഊരി മാറ്റി കൈലി ഉടുത്തുകൊണ്ട് പറഞ്ഞു. അതെന്താ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രം അവൻ ചോദിച്ച ചോദ്യം? ഉള്ളിൽ നിറഞ്ഞ ദേഷ്യം അടക്കിപ്പിടിച്ചു ഹേമ തിരക്കി. എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എൻ്റെ മോൻ പറഞ്ഞു. അത് ശരിയല്ലേ? അരുന്ധതിയെ കാണാതെയായി കൃത്യം 1 മാസമാകും മുമ്പ് നീയുമായുള്ള ആലോചനയുമായി നിന്റെ അച്ഛനും ഏട്ടനും വന്നു. അന്നത്തെ പ്രായത്തിൽ അല്ലെങ്കിൽ ഭാര്യ മറ്റ് ആരുടെയോ കൂടെ പോയെന്ന് എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ വാശിക്കോ ഞാനും സമ്മതിച്ചു. വിവാഹം നടന്നു. 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദി കൂടെ എത്തി. ഞാനും നീയും ജീവിതം അതിൻ്റെ എല്ലാ സന്തോഷത്തോടെയും ജീവിച്ചപ്പോൾ അച്ഛനെയും അമ്മയെയും ഒരുപോലെ നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞിനെ ഞാനും ഓർത്തില്ല. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാശി എൻ്റെ കുഞ്ഞാണ് എന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ജീവിതം ആഘോഷമാക്കിയപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ മറന്നുപോയി. നെഞ്ചിൽ കൈ അമർത്തി കിതപ്പോടെ പറഞ്ഞുകൊണ്ടിരുന്ന അയാൾ കുഴിഞ്ഞ് നിലത്തേക്ക് മറിഞ്ഞു വീണു. കാശിയുടെ തീരുമാനം എന്താണ്? അന്വേഷണവുമായി മുന്നോട്ടു പോകാം എന്നാണോ, അതോ ഇവിടെ വെച്ച് നിർത്തുന്നോ? ഇപ്പൊ തന്നെ തനിക്ക് നേരെ പിന്മാറാൻ കുടുംബത്തിൽ നിന്നുള്ള പ്രഷർ വരുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അനന്തൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പ്രഷർ കൂടിയതാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടും മുടങ്ങാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടും വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും സംസാരത്തിൽ അല്പം കുഴച്ചിലുണ്ട്. വലത് കൈക്ക് സ്വാധീനം കുറഞ്ഞു. ഇതൊക്കെ കണ്ടതോടെ കാശിയോട് ഇനിയൊരു അന്വേഷണം വേണ്ടെന്നാണ് ദേവകി പറഞ്ഞത്. അതറിഞ്ഞതോടെ അമ്നയും ഫായിസും ഷുക്കൂറുമായിട്ട് കാശിയെ കാണാൻ ബാങ്കിലെത്തിയതാണ്. കാശി ചേട്ടാ, എന്താ മിണ്ടാത്തത്? അവൻ ആലോചനയോടെ ഇരിക്കുന്നത് കാണെ അമ്ന തിരക്കി. എൻ്റെ അമ്മയെ നിങ്ങൾ മൂന്നാലും ഇന്നലെ മനുവിൻ്റെ വീട്ടിൽ പോയി കണ്ടല്ലോ അല്ലേ? ആ അമ്മയുടെ അവസ്ഥ കണ്ട അവർ നൊന്ത് പ്രസവിച്ച ഒരു മകന് അവർക്ക് എന്തു പറ്റി എന്ന് അറിയാനുള്ള അവകാശമില്ലേ അമ്ന? എന്നെ ഒരു മകനായി കണ്ടിട്ടില്ലാത്ത വല്ലിശ്ശേരി അനന്തന് വേണ്ടി എൻ്റെ അമ്മയെ ഞാൻ കണ്ടില്ല എന്ന് നടിക്കില്ല. എൻ്റെ അമ്മയെ എനിക്ക് വേണം. എന്നെ തിരിച്ചറിയുന്ന അവസ്ഥയിൽ എൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുവരും. എനിക്കറിയണം എൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചതാണെന്ന്. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ചേറിൽ ചാഞ്ഞിരുന്ന് പറയുന്നവൻ്റെ കണ്ണിലെ നനവിനുള്ളിൽ ഒളിപ്പിച്ച പക കാണെ വാക്കുകളിലുള്ള ഉറപ്പറിയെ ഷുക്കൂറിൻ്റെ ചൊടികളിൽ ചിരി വിരിഞ്ഞു. കാശിയുടെ ഈ ഒരു ഉറപ്പ് മതി ഇവന് മുന്നോട്ടു പോകാൻ. ഇപ്പൊ തന്നെ സുരേന്ദ്രനോട് സംസാരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കാണാം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിലാണ്. വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേടാ? ഫായിസ് സന്തോഷത്തോടെ ചോദിച്ചു. ഷുക്കൂർ ആലോചനയോടെ ഒന്ന് മൂളി. കാശി വന്നില്ലേ ആദി? ആശുപത്രിയിൽ അനന്തനെ കാണാൻ വന്ന ദേവകി തിരക്കി. ഏട്ടൻ രാവിലെ വന്നിരുന്നു അച്ചമ്മേ. ബാങ്കിൽ പോകാൻ നേരത്താണ് തിരികെ പോയത്. അവൻ അവരെ പിടിച്ച് ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് ഇരുത്തുമ്പോൾ പറഞ്ഞു. ഓ, മൂത്ത മകൻ വന്ന കാര്യമൊന്നും പറയണ്ട. പേരിന് ഒന്ന് വന്ന് എത്തി നോക്കി. അവൻ്റെ ജോലി സമയമായപ്പോൾ തിരികെ പോവുകയും ചെയ്തു. എൻ്റെ ആദിക്കുള്ളതുപോലെ ഉത്തരവാദിത്വം അവൻ്റെ അച്ഛനോട് അവനില്ലേ? കാശിയെ പരമാവധി പുച്ഛിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു. അമ്മായിക്ക് നാണമാവില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? പറയുന്നത് കേട്ടാൽ തോന്നും അമ്മായിയെയും ആദിയേട്ടനെയും നോക്കാതെ അമ്മാവൻ കാശിയേട്ടനെ കൊണ്ട് നടക്കുമായിരുന്നുവെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഏട്ടനെയും ചേർത്ത് പിടിച്ചുവെന്ന്. ആ മനുഷ്യനായതുകൊണ്ട് ഇവിടെ ഒന്ന് വരികയെങ്കിലും ചെയ്തു. ആദിയേട്ടനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഞാൻ വിടുകയുമില്ലായിരുന്നു. ഉള്ളിൽ ഉയർന്ന രോഷമടക്കി സോണി പറഞ്ഞു. സോണുമോള് പറഞ്ഞത് സത്യമാണ് ഹേമേ. കാശി ഇങ്ങോട്ട് വരാൻ പോലും പാടില്ലാത്തതാണ്. നിന്നെ ഞാൻ കുറ്റം പറയില്ല.
നിന്റെ ആരുമല്ല അവൻ. പക്ഷേ എൻ്റെ മോന് അവൻ്റെ കുഞ്ഞിനെ കാണാൻ കണ്ണില്ലാതെ പോയി. പിന്നെ അവൻ്റെ മനസാക്ഷിക്ക് അവൻ വന്നല്ലോ. ദേവകി കൂടെ പറയുന്നത് കേട്ടതും ഹേമയുടെ മുഖം വീർത്തു. ആദ്യമാണെങ്കിൽ അവർ രണ്ടാളും പറയുന്നത് സത്യമാണല്ലോ എന്നോർത്ത് ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. ഇനിയിപ്പോൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നേരമായില്ലേ? ആരും ആരെയും നോക്കിയ ചരിത്രമൊന്നും വിളമ്പാതെ വായ മൂടാൻ നോക്ക്. അനന്തനെ റൂമിലേക്ക് മാറ്റാൻ സമയമായല്ലോ എന്നോർത്ത് ജഗന്നാഥൻ പറഞ്ഞു. ആ, അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ തെറ്റാവുകയേ ഉള്ളൂ. നൊന്തുപെറ്റ മോൻ പോലും കൂടെ നിൽക്കില്ല. എന്തായാലും അമ്മാവനും അമ്മായിയും അവനോട് പറഞ്ഞ് ആ അന്വേഷണമൊന്ന് നിർത്തിവെക്കണമെന്ന്. എനിക്ക് എൻ്റെ ഭർത്താവിനെ ജീവനോടെ വേണം. കുറച്ചു മാറി നിൽക്കുന്ന ആദിയെ നോക്കിയിട്ട് കണ്ണു നിറച്ച് ഹേമ പറഞ്ഞു. അവൻ അവൻ്റെ അമ്മയെ അന്വേഷിക്കുന്നതിന് നിന്റെ ഭർത്താവ് പേടിക്കുന്നത് എന്തിനാണ് ഹേമേ? ഇനി അരുന്ധതിയുടെ തിരോധാനത്തിന് പിന്നിൽ അനന്തന്റെ അറിവെന്തെങ്കിലും ഉണ്ടോ? അവളുടെ സംസാരത്തിൽ ദേഷ്യം തോന്നിയ ജഗന്നാഥൻ അല്പം കടുപ്പിച്ചു തന്നെ ചോദിച്ചു. നിങ്ങളിതെന്താ ചോദിക്കുന്നത്? അവൻ അരുന്ധതി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഇനി അത് ആരെങ്കിലും കേട്ടിട്ട് വേണം അവന്റെ പിന്നാലെ പോലീസ് വരാൻ. ദേവകി പേടിയോടെ പറഞ്ഞു. ആരും അത്ര നല്ല പിള്ളയാവാൻ നോക്കണ്ട. ഇവിടെ നിങ്ങളും തെറ്റുകാരാണ്. മകന്റെ ജീവിതം നോക്കിയപ്പോൾ മകന്റെ കുഞ്ഞിനെ മറന്നു. പിന്നെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഒന്നും ചെയ്യില്ല. അവർക്ക് വ്യക്തമായ തെളിവ് കിട്ടണം. ഇവിടെയും ആരും ഒന്നും വിട്ടു പറയുന്നില്ല എങ്കിലും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. പറഞ്ഞിട്ട് സോണി റൂമിന് പുറത്തേക്കിറങ്ങി. നീ ഇതെന്തൊക്കെയാണ് സോണി അച്ചച്ചനോടും അച്ചമ്മയും ഒക്കെ പറയുന്നത്? അവരുടെ പ്രായത്തെയെങ്കിലും മാനിക്കണ്ടേ? അതോ വന്നു വന്ന് ആരോടും എന്തും പറയാമെന്നാണോ? അവളുടെ സംസാരം ഇഷ്ടപ്പെടാതെ അവൾക്ക് പിന്നാലെ ഇറങ്ങി വന്ന് ആദ്യ തിരക്കി. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു ആദ്യേട്ടാ? സോണി അവനെ നോക്കി കൈകെട്ടി നിന്ന് ചോദിച്ചു. നീ തെറ്റായി ഒന്നും ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടില്ല അല്ലേ സോണി? അപ്പുവുമായി കല്യാണം ഉറപ്പിച്ച് ഇവനെ ആത്മഹത്യാ നാടകം നടത്തി നീ തട്ടിയെടുത്തില്ല. ഞാൻ ചെയ്യുന്നതും ചെയ്തതും ഒക്കെ തെറ്റാണെങ്കിൽ നീ ആ ചെയ്തത് തെറ്റല്ലേ? അവർക്ക് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി വന്നു ആ വരാന്തയിൽ നിന്ന് വലിയ കാര്യം പോലെ ഹേമ ചോദിച്ചു. ഞാൻ അപ്പുവിൻ്റെ ഭർത്താവിനെയാണോ ആഗ്രഹിച്ചത്? ആത്മഹത്യാ നാടകം നടത്തി കല്യാണം നടത്തിയത് ആരുടെയും സ്വന്തമായതിന് അല്ല. ആദ്യേട്ടന് ഭാര്യയോ കുഞ്ഞോ എൻ്റെ അറിവിലില്ല. പിന്നെ ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അത് നിങ്ങൾ വ്യക്തമായി പറഞ്ഞു തരണം. ഹേമ ചോദിച്ചതിലും ഉച്ചത്തിലും അതിലും വീറോടുകൂടി സോണി തിരികെ ചോദിച്ചു. അവളുടെ നിൽപ്പും ചോദ്യവുമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത ഹേമ മുഖമടച്ച് അടി കിട്ടിയതുപോലെ പകച്ചുപോയി. അച്ചു വന്നിട്ട് ഉടനെ പോയോ അപ്പു? വൈകിട്ട് ബാങ്കിൽ നിന്ന് വന്ന കാശി തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നവളുടെ കയ്യിൽ ബാഗ് വെച്ചു കൊടുത്തിട്ട് ചോദിച്ചു. അവള് രാവിലെ വന്നു കാശിയിട്ടാ, കുറച്ചു മുമ്പ് പോയതേ ഉള്ളൂ. മുറിക്കുള്ളിൽ കയറിയവൻ്റെ പിന്നാലെ ചെന്ന് ബാഗ് ടേബിളിൽ വെച്ചിട്ട് അപ്പു പറഞ്ഞു. എവിടെ ഓടുവാടി പെണ്ണെ? കല്യാണക്കാര്യം അച്ചുവിനോട് പറഞ്ഞോ അപ്പൂട്ടാ നീ? ബാഗ് വെച്ചിട്ട് അടുക്കളയിലേക്ക് പോകാൻ പോയവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ തിരക്കി. പറഞ്ഞല്ലോ, അവൾക്ക് കല്യാണം ഇപ്പോൾ നടത്തുന്നതിന് സമ്മതമാണ് കാശിയേട്ടാ. അവൻ്റെ നെഞ്ചിലെ രോമം മെല്ലെ നുള്ളി വലിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അതിനിപ്പോൾ കല്യാണം നടത്താൻ പോകുന്നുവെന്ന് ആരാടി പറഞ്ഞത്? നിശ്ചയം നടത്താം എന്നല്ലേ പറഞ്ഞേ? കാശി പെണ്ണിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. ആ, അത് കാശിയേട്ടൻ പറഞ്ഞത്. എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് അഭിചേട്ടൻ്റെ പെണ്ണായി കാണാനാണ് ഇഷ്ടം. അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി വെച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ആണോ? അതാണോ എൻ്റെ കുഞ്ഞുപെണ്ണിനിഷ്ടം? ആണോടി കള്ളിപ്പൂച്ചേ? അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് ആ മുഖത്ത് ആകെ കണ്ണുകൾ പായിച്ചുകൊണ്ട് കാശി തിരക്കി. ഒന്ന് വിട്ടേ കാശിയേട്ടാ, ഞാൻ പോയി ചായ ഉണ്ടാക്കട്ടെ. അവൻ്റെ നോട്ടത്തിൽ നാണിച്ചു ചുവന്നുപോയ അപ്പു അവനെ തള്ളി മാറ്റാൻ നോക്കി. അങ്ങനെ വിടൂലല്ലോ എൻ്റെ കള്ളിപ്പൂച്ചേ. പറയുന്നതിനൊപ്പം അവളുടെ ചുണ്ടുകളെ അതിൻ്റെ ഇണയെ പുണർന്നു കഴിഞ്ഞിരുന്നു.